ഫ്രണ്ട്സ്, എല്ലാവർക്കും സിയാ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്കായിട്ടോ നൈറ്റ് ഡിന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്വീറ്റ് കോൺ ആണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 100 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ടിതൊന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. തണുത്ത് വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഒരു ഹാഫ് കുക്ക് ചപ്പാത്തിയില്ലേ അതൊരു 3 എണ്ണം 2 സൈഡും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഹാഫ് കുക്ക് ചപ്പാത്തി തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മളുണ്ടാക്കുന്ന ചപ്പാത്തി ആയാലും മതി. ഒരു 3 എണ്ണം വേണമെന്നേ ഉള്ളൂ. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇരുന്നതുകൊണ്ട് ഹാഫ് കുക്ക് എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി അത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ്സോളം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ടയും പാലും കൂടെ മിക്സായി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ടിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ദേ നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായ മുട്ട തയ്യാറായി. സ്വീറ്റ് കോണും ബോയിൽ ചെയ്ത് ഇതുപോലെ ഇതളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 200 ഗ്രാമോളം ചീസില്ലേ ഇതുപോലെ ചീകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാളയും വലിയൊരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടായി തന്നെ വേണമെന്നില്ല, അടിയിൽ പിടിക്കാത്ത ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ടില്ലേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയില്ലേ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. അത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ട് ചേർക്കണമെന്നേ ഉള്ളൂ, നിർബന്ധമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചപ്പാത്തിയില്ലേ അത് ഈ മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ആദ്യം ഒരെണ്ണം ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിരുന്ന ഫ്രൈ പാനിൽ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ അതിൽ പകുതിയോളം സ്വീറ്റ് കോണും പകുതിയോളം സവാളയും പകുതിയോളം ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനില്ലേ അതും പകുതിയോളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചീസും പകുതിയോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത ചപ്പാത്തി കൂടെ എടുത്ത് ഇതുപോലെ മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ സ്പൂൺ കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാലൻസ് ഉള്ള ഐറ്റംസൊക്കെ ഇല്ലേ സ്വീറ്റ് കോണും സവാളയും ടൊമാറ്റോയും ക്രഷ് ചെയ്ത ചിക്കനും എല്ലാം അതൊക്കെ ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ ലെയറിൽ ടൊമാറ്റോ സോസ് ഒഴിക്കേണ്ട, അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഏറ്റവും താഴത്തെ ലെയറിൽ മാത്രം ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് ചീസും എല്ലാ ഐറ്റംസും വെച്ചതിന് ശേഷം നമ്മുടെ ബാലൻസ് ഉള്ള 3ാമത്തെ ചപ്പാത്തിയില്ലേ അതും കൂടെ ആ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാലൻസ് വന്ന മുട്ട ഇതിൻ്റെ പുറത്തൂടെ ഒഴിച്ചു കൊടുത്ത് 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൽ ഒഴിച്ച മുട്ടയൊക്കെ ഇല്ലേ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പപ്പട കുത്തിയോ അല്ലെങ്കിൽ സ്പൂണോ കൊണ്ട് ഈ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് വെടിയിച്ച് കൊടുക്കാം. എന്നിട്ടില്ലേ ഒരു ഫ്രൈ പാനിലേക്ക് ഒരല്പം എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് കമിഴ്ത്തി ഇടാം കേട്ടോ. അതായത് കടായിൽ നിന്ന് ഫ്രൈ പാനിലേക്ക് കമിഴ്ത്തി എടുക്കാം. അപ്പോൾ ദേ ഫ്രൈ പാനിലേക്ക് കമിഴ്ത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്കൊന്ന് ഫ്രൈ എടുക്കാം കേട്ടോ. ആ മേളിലുണ്ടായിരുന്ന ഭാഗമില്ലേ അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട്
കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലില്ലേ നമ്മൾ ചേർത്ത ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്ത് പോയി. അത്രയും ക്രഷ് ചെയ്യണ്ട കേട്ടോ. അത്രയും ക്രഷ് ചെയ്തുകൊണ്ട് തന്നെ ഈ ചീസൊക്കെ അതുമായിട്ടൊന്ന് മിക്സ് ആയിരിക്കുകയാണേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.